കുവൈറ്റിലെ ബുബിയാൻ ദ്വീപിൽ ഇറാന് എന്ത് കാര്യം? കുവൈത്ത് സർക്കാർ ഇറാനോട് ചോദിച്ച ചോദ്യമാണിത്. മാത്രമല്ല, ഇറാൻ്റെ അംബാസഡറെ വിളിച്ചു വരുത്തി ഇതേ ചോദ്യം കുവൈറ്റ് അധികാരികൾ ചോദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന് കാരണമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം 6ഓളം IRGCയുടെ അനുഭാവികളെ ബുബിയാൻ ദ്വീപിനോട് ചേർന്നുകൊണ്ട് പിടിക്കപ്പെട്ടു. അതിൽ 2 പേർ രക്ഷപ്പെട്ടു, അവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നു എന്ന് പറയുന്നു. 4 പേർ കുവൈറ്റിൻ്റെ കൈവശമാണുള്ളത്. അവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നാണ് IRGCയുടെ ആളുകൾ ഈ രഹസ്യ കാര്യങ്ങൾ ചോർത്താനോ മറ്റോ ഈ മേഖലയിലേക്ക് പറഞ്ഞയച്ചതാണ് എന്ന തരത്തിലുള്ള വിവരം അവർ പറയുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ തന്ത്രപ്രധാനമായിരിക്കുന്ന ഒരു ദ്വീപാണ് കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ബുബിയാൻ. അവിടെ അമേരിക്കക്ക് ആധിപത്യമുണ്ട്. അതല്ലെങ്കിൽ അമേരിക്കയുടെ നിയന്ത്രിതമായിരിക്കുന്ന ചില മേഖല ഈ ഏരിയകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. സൈന്യവും സംവിധാനങ്ങളും, അതോടൊപ്പം തന്നെ ആകാശ നിരീക്ഷണ ഉപകരണങ്ങൾ, അമ്യൂണിയേഷൻ സ്റ്റോറേജ്, റോക്കറ്റ് സിസ്റ്റം, മറൈൻ സംവിധാനം, ഇതെല്ലാം ഈ ബുബിയാൻ എന്ന് പറയുന്ന കുവൈറ്റിൻ്റെ ദ്വീപിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിൻ്റെ മുൻപും എന്ത് ചെയ്തിട്ടുണ്ട്? ഇറാൻ നിരീക്ഷണം നടത്തുകയും ഇവിടേക്ക് ഡ്രോണുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിലുള്ള മർമ്മപ്രധാനമായിരിക്കുന്ന അമേരിക്കയുടെ സൈനിക ബേസും അത് പ്രവർത്തിക്കുന്ന ഏരിയകളും ചോർന്നു പോവുകയും ഇറാൻ്റെ കൈവശത്തിൽ അത് കിട്ടുകയും അതിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബിൽഡിംഗ് തകർന്നിട്ടുണ്ട്, വലിയ രീതിയിൽ ആൾനാശമുണ്ടായിട്ടുണ്ട്, അവരുടെ സാമഗ്രികളെല്ലാം തകർക്കപ്പെട്ട രീതിയിലുള്ള റിപ്പോർട്ടാണ് അവിടുന്ന് പുറത്തു വരുന്നത്. അറേബ്യൻ രാജ്യങ്ങളിൽ ആക്രമണം നടത്തുന്ന സമയത്ത് ആൾക്കൂട്ടം മരണപ്പെടുന്ന കാര്യങ്ങളൊന്നും കാണാറില്ല, അങ്ങനെ ഉണ്ടാവാറില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം അമേരിക്കയുടെ സൈനിക ബേസോ അവരുടെ സംവിധാനമോ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഇറാൻ ആക്രമണം നടത്താറുള്ളത്. അങ്ങനെ പോയിട്ട് എവിടെ എത്തിയിട്ടുണ്ട്? ബുബിയാൻ ദ്വീപിൽ എത്തിയിട്ടുണ്ട് എന്ന് ചുരുക്കം. ഇറാന് ഭീഷണിയായപ്പോൾ കുവൈറ്റ് ദ്വീപ് ആക്രമിക്കുക എന്നുള്ളത്, അതായത് ഇറാന് ഭീഷണി ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ബുബിയാൻ ദ്വീപ് ആക്രമിക്കുക എന്നുള്ള പ്രവർത്തനം സാധാരണഗതിയിൽ ഇറാൻ ചെയ്യാറുള്ളതാണ്. അത് രാജ്യത്തേക്കുള്ള കടന്നുകയറ്റമായിട്ട് തന്നെയാണ് തങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുവൈറ്റിൻ്റെ ഭരണകൂടം അതിനെ അപലപിക്കുകയും ചെയ്തു. 4 ഇറാഖിൻ്റെ നുഴഞ്ഞ കയറ്റക്കാരെ ഇപ്പോൾ പിടിച്ചു എന്നല്ലാതെ അതിനു മുൻപ് പിടിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, അറേബ്യൻ രാജ്യങ്ങളിൽ ഖത്തറിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ഇറാൻ്റെ നുഴഞ്ഞ കയറ്റക്കാരെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഇറാൻ അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും ഇറാൻ ഉപയോഗിക്കുന്നത് ഇസ്രായേലിൻ്റെ തന്ത്രമാണ്, മൊസാദിൻ്റെ തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശാലമായിരിക്കുന്ന ഒരു യുദ്ധ സംവിധാനവും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇറാൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് യുദ്ധത്തിൽ അവർക്ക് വലിയ രീതിയിലുള്ള മെജോറിറ്റിയും വിജയിക്കാൻ സാധിക്കുന്നതും എന്നാണ് അനുമാനം. കുവൈറ്റിൽ പ്രശ്നമുണ്ടാക്കാനാണ് അയച്ചത് എന്ന് സംഘത്തിൽപ്പെട്ടവർ പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. ആ തരത്തിൽ അംബാവത്തൻ പോലെയുള്ള കുവൈത്തിൽ നിന്ന് ഇറങ്ങുന്ന അറേബ്യൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തായിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. കുവൈത്തിലെ ഇറാനിയൻ അംബാസഡറെ വിളിച്ചു വരുത്തി ഈ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ തങ്ങൾക്ക് പങ്കാളിത്തമില്ലെന്ന് ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ സൈനിക അല്ലെങ്കിൽ ലോജിസ്റ്റിക് കേന്ദ്രം ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നുള്ളത് ആദ്യം തന്നെ അറിയാവുന്ന ഇറാൻ മറ്റെന്തോ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് വന്നത് എന്നാണ് അനുമാനം. കുവൈറ്റിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഈ പറയപ്പെട്ട ബുബിയാൻ ദ്വീപ് എന്ന് പറയുന്നത്. കുവൈറ്റിലെ ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്ന ഈ മേഖല ഈ മുബാറക് അൽ കബീർ എന്ന് പറയുന്ന പോർട്ടിനോട് ചേർന്നുള്ളതാണ്. ഇറാനും ഇറാഖിനും ഏറ്റവും അടുത്തുള്ള ദ്വീപായിട്ടാണ് ഇത് പരിഗണിക്കുന്നത്. ഒരു മത്സ്യബന്ധനത്തിൽ 6 പേർ സംഘം എത്തിയിരിക്കുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുവൈറ്റിൻ്റെ പോലീസ് ഇവരെ വളഞ്ഞത് എന്നാണ് ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. ദ്വീപിലേക്ക് കടക്കാൻ ശ്രമിച്ചു, പക്ഷേ നുഴഞ്ഞു കയറ്റക്കാരെ തുരത്തി IRGCയിൽ പെട്ടവരാണ് ഇവർ എന്ന് അനുമാനിക്കുന്നു. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. അപ്പോൾ തന്നെ അതിന് വൈകാരികമായിരിക്കുന്ന തലങ്ങളുണ്ടായി. കാര്യം അമേരിക്ക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വന്നത് എന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്? വലിയ രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചത്. ഇതിനെക്കുറിച്ച് വിശദീകരണം നൽകണമെന്ന് ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അതിന് ഇറാൻ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: നേവിഗേഷൻ സിസ്റ്റം തെറ്റിയതുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നതിൽ വ്യതിചലിച്ചുകൊണ്ട് IRGCയുടെ പ്രതിനിധികൾ അവിടെ എത്തപ്പെട്ടതാണ്.
അത് ഇസ്രായേലും അമേരിക്കയുമുള്ള സൈനിക ഉപകരണങ്ങളുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് അവരെ ആക്രമിക്കാൻ വേണ്ടി ഇട്ടതാണ് എന്നുള്ള കാര്യം അവർ നിഷേധിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ലക്ഷ്യം അവിടെ അല്ലായിരുന്നു, മറ്റ് സ്ഥലത്താണ്. ആ സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതോടുകൂടി കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നുകൂടി പേടിയായി. മറ്റേതെങ്കിലും ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഇവിടുന്ന് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഈ ബുബിയാൻ ദ്വീപിൽ നിന്ന് ഇറാനിലേക്ക് 70 മുതൽ 90 കിലോമീറ്റർ മാത്രമാണ് ദൂരപരിധി. വളരെ അടുത്ത് നിൽക്കുന്ന ദ്വീപാണ്. രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് പല ഘട്ടങ്ങളിലും അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതേ റൂട്ടിലൂടെ ഇറാനും ആ പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇറാനിലെ ഏറ്റവും വലിയ അടുത്തുള്ള ഭാഗമായിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. പേർഷ്യൻ ഗൾഫിൽ നിന്ന് കോർ അബ്ദുള്ള ജലപാത കടന്നാൽ ഈ പറയപ്പെട്ട ദ്വീപിൻ്റെ അടുത്തെത്തും. വളരെ എളുപ്പമാണ്. കുവൈറ്റ് സിറ്റിയിൽ നിന്ന് 90 കിലോമീറ്റർ, എന്നാൽ ഇറാൻ്റെ ഭാഗം നോക്കുന്ന സമയത്ത് 70 കിലോമീറ്റർ വരെ ഉള്ളൂ. ഇറാഖിൽ നിന്ന് 5 മുതൽ 15 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ദൂരപരിധി കണക്കാക്കുന്നത്. അപ്പോൾ അതിൽ എന്ത് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഇറാഖിലുള്ള ഷിയ മിലിഷ്യ വിഭാഗം ഈ മേഖലയിൽ അമേരിക്ക ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇറാന് നൽകുകയും ഇറാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ മേഖല, അറേബ്യൻ മേഖല അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ കോൺസുലേറ്റും എംബസികളുമെല്ലാം ഇപ്പോൾ തുറക്കാറില്ല. വളരെ അപൂർവമായിട്ട് എമർജൻസി കേസിൽ മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ എംബസി എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഏരിയയിലെ എംബസി ആയിട്ടാണ് പരിഗണിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ നോക്കുന്ന സമയത്ത് തുറക്കാൻ പറ്റാത്ത വിധം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിരീക്ഷണത്തിലാണോ എന്ന് അമേരിക്ക സംശയിക്കുന്നു. സുരക്ഷിത ഇടങ്ങൾ തകർക്കപ്പെടുന്നു, സൈനിക മേഖലയും സൈനിക കേന്ദ്രവും തകർക്കപ്പെടുന്നു. ആ മേഖല സുരക്ഷിതമില്ലാത്തൊരു സാഹചര്യങ്ങളും അവസ്ഥയും വരുന്നു. സൈനികർക്ക് തന്നെ സുരക്ഷിതം കൊടുക്കാൻ സാധിക്കാത്ത പ്രയാസം വരുന്നു. സങ്കീർണമായിരിക്കുന്ന പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക അനുഭവിക്കുന്നത്. അമേരിക്ക അത് പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. അവരുടേതായിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടും എത്രത്തോളം ഉണ്ട് എന്ന് അളക്കാൻ പറ്റാത്തതാണ് എന്ന് ഇതിൻ്റെ ഇടയിൽ തന്നെ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞങ്ങൾ കൃത്യമായ രീതിയിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വിടുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അതൊരു മാനസികപരമായിരിക്കുന്ന പിരിമുറുക്കം പോലും അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന തരത്തിലാണ്. കാര്യം യുദ്ധം എന്ന് പറഞ്ഞ് ഓർമസും കടലും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ലോകത്തിലെ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആന്തരികമായി മുറിവേൽക്കുന്ന അവിടെയൊന്നുമല്ല. അറേബ്യൻ രാജ്യങ്ങളിലുള്ള പരമാവധി എംബസികളും കോൺസുലേറ്റും അമേരിക്കയുടെ പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ സാമ്പത്തികപരമായിരിക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ ഇത് സാരമായിട്ട് ബാധിക്കുകയും അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന, അതായത് അറേബ്യൻ രാജ്യങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അമേരിക്കയുടെ അമേരിക്കയുടെ ബാങ്ക് കേന്ദ്രീകരിച്ചുകൊണ്ടും മറ്റ് വ്യവസായങ്ങളും റിയൽ എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടും അറേബ്യൻ രാജ്യങ്ങളിലെ വ്യവസായികളും സമ്പന്നന്മാരും ഡെപ്പോസിറ്റ് ചെയ്യുന്ന മേഖലയിൽ നിന്ന് പണം വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സാമ്പത്തികപരമായ വലിയ രീതിയിലുള്ള പ്രയാസം അമേരിക്കയ്ക്ക് സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി കൃത്യമാണ്. അതിൻ്റെ മറ്റൊരു വശം എടുക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ സ്ഥിതിയും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഇസ്രായേലിൽ പ്രവർത്തിക്കുന്ന ബാങ്കിൽ പോലും, ഫെഡറൽ ബാങ്ക് പോലെയുള്ള സംവിധാനങ്ങൾ ഇസ്രായേൽ പ്രവർത്തിക്കുമ്പോൾ അതിൽ പോലും വൻ തുകകൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അറബ് രാജ്യത്തെ വ്യവസായികൾ അതെല്ലാം പിൻവലിക്കുന്നു. കാര്യം ഇതൊരു നാശത്തിൻ്റെ വക്കിലാണെന്നും ഒരിക്കൽ പോലും വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ആ അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക മേഖല എത്തിയിരിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ ഗവൺമെൻറ് തലത്തിൽ കൃത്യതയോടുകൂടി ഒരു യുദ്ധത്തെയോ ഒരു പ്രശ്നത്തെയോ അഭിമുഖീകരിച്ചുകൊണ്ട് അതിന് വിജയം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ പിന്നീട് അവിടെ തകർച്ചയാണ് ഉണ്ടാവുക. അതിന് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. കുവൈത്തുമായിട്ടുള്ള ബന്ധപ്പെട്ട യുദ്ധത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള കറൻസി എന്ന് പറഞ്ഞാൽ കുവൈറ്റ് കറൻസിയാണ്. നമ്മുടെ ഒരു കുവൈത്ത് കറൻസിക്ക് ഏകദേശം 300-ലധികം രൂപ നമ്മുടേത് കൊടുക്കണം. എന്നാലേ ഒരു കുവൈത്തിൻ്റെ കറൻസി കിട്ടും. 340 320 അങ്ങനെ എന്താണ് വരുന്നത്. ഡോളറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോളറിന് ഇന്ത്യയുടെ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ 95 രൂപ, 100 രൂപയുടെ അടുപ്പിച്ച്. അപ്പോൾ 300 രൂപയാണ് കുവൈറ്റിൻ്റെ ദിനാറിന് വിലയെങ്കിൽ 100 രൂപ മാത്രമാണ് ഇവിടെ ഈ അമേരിക്കയുടെ ഡോളറിന് വില. പക്ഷേ മൂല്യം നോക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ സുരക്ഷിതം നോക്കുന്ന സമയത്ത് അമേരിക്ക ഡോളറിനാണ് മൂല്യം കണക്കാക്കുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ കറൻസിയുടെ പിറകിലായിട്ട് ഒരു സുരക്ഷാ ഗവൺമെൻറ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ കറൻസിയെ അതിൻ്റെ സ്ഥായിയായിരിക്കുന്ന മൂല്യത്തെ സംരക്ഷിക്കാൻ അവർക്ക് സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഇറാഖ് കുവൈത്തിനെ ആക്രമിച്ചതോടുകൂടി കുവൈത്തിൻ്റെ ആ മൂല്യമുള്ള കറൻസി താഴെ വീണു. ആ കറൻസി പിന്നെ കടലാസ് കഷ്ണം പോലെയായി, ആരും എടുക്കാതെയായി. ആ കാര്യം വെച്ചാൽ ഭരണം വീണതോടുകൂടി കറൻസിയുടെ കാലവും കഴിഞ്ഞു. പിന്നീട് അവിടെ ഉപയോഗപ്പെടുത്തിയത് ഈ
ഇറാഖിൻ്റെ ദിനാറാണ്, അതേപോലെ തന്നെ അമേരിക്കൻ ഡോളറാണ്, സൗദിയുടെ റിയാലാണ്. ഇതാണ് വിനിമയം നടന്നത്. കുവൈത്തിൻ്റെ കറൻസിക്ക് ഒരു വിലയില്ലായിരുന്നു. ഗവൺമെൻറ് വീണതോടുകൂടി കറൻസി വീണു. എന്നാൽ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം, ഡോളറിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള ഒരു രാജ്യത്തിൻ്റെ കറൻസി എന്ന നിലക്ക് അതിൻ്റെ മൂല്യം നിലനിൽക്കുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സർവ്വ മേഖലയിലും ഇറാൻ ഇടപെടുന്നു, സർവാധിപത്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു. അത് കണ്ടെത്തുന്നതിൽ അമേരിക്ക പരാജയപ്പെടുന്നു. അങ്ങനെയാണ് അമേരിക്ക ഈ മേഖല വല്ലാത്ത രീതിയിൽ വിഷണ്ണമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വ്യത്യസ്തമായിരിക്കുന്ന മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.